ഏതാണ്ട് ഒരു 60-65 വർഷങ്ങൾക്ക് മുമ്പ് ഫിൻലൻഡ് മുഴുവൻ നടുക്കിയ വലിയൊരു സംഭവം ഉണ്ടായി. ലേക്ക് ബോഡോമിൽ വെക്കേഷന് പോയ 4 ടീനേജേഴ്സിൽ 3 പേര് ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെട്ടു. ടെന്റിൽ കിടന്നുറങ്ങിയിരുന്ന കുട്ടികളെ ഇത്ര ബ്രൂട്ടലായിട്ട് കൊന്നുകളഞ്ഞത് ആര് എന്നുള്ള അന്വേഷണം ഒരുപാട് നാൾ നീണ്ടു നിന്നെങ്കിലും ഇപ്പോഴും അതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തുടർന്ന് പലതരത്തിലുള്ള കഥകൾ പരകാൻ തുടങ്ങി. ബോഡോം ഒരു ശപിക്കപ്പെട്ട സ്ഥലമാണ്, അവിടെ നേറ്റീവായിട്ടുള്ള ആളുകൾ, മാനസിക പ്രശ്നമുള്ള ആളുകളുണ്ട്, അവരാണ് കുട്ടികളെ കൊന്നത്. അന്ന് കൊല്ലപ്പെട്ട 3 കുട്ടികളുടെ സുഹൃത്ത് 4-മനാണ് 3 കുട്ടികളെയും കൊന്നുകളഞ്ഞത്. അങ്ങനെയല്ല, ആ പ്രദേശത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു സൈക്കോ കില്ലർ ജീവിക്കുന്നുണ്ട്, അവനായിരിക്കാം കുട്ടികളെ കൊന്നത് തുടങ്ങിയിട്ടുള്ള ഒത്തിരി കഥകളുണ്ട്. ഈ ഒരു സംഭവം ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് 2016 പുറത്തിറങ്ങിയ ലേക്ക് ബോഡോം. വർഷങ്ങൾക്ക് മുമ്പ് ലേക്ക് ബോഡോമിൽ ഇങ്ങനെ കൊലപാതകം നടന്നറിയാവുന്ന ഈ ജനറേഷനിൽ പെട്ട 4 കുട്ടികൾ ലേക്ക് ബോഡോമിലേക്ക് പോവാണ് ഒരു പരീക്ഷണത്തിന് വേണ്ടി. പിന്നെ അങ്ങോട്ട് എന്താ സംഭവിക്കാന്ന് ഗസ് ചെയ്യാലോ. സൈക്കോ വരുന്നു, 4 പേരെയും ചേസ് ചെയ്യുന്നു, പിടിക്കുന്നു, ഇടിക്കുന്നു, അടിക്കുന്നു, കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമേ അല്ല. വെറും ഒരു ടിപ്പിക്കൽ സൈക്കോ ക്ലീഷേ പടം കൊണ്ട് ഞാൻ വരില്ലെന്നറിയാലോ. നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന കുറെ ഞെട്ടിക്കാനൊക്കെ ഉള്ള ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഒരു കിടിലം പടമാണ്. പിന്നെ ഇന്ത്യയിലത്തെ സ്ട്രീമിംഗ് പ്രത്യേകം പറയണ്ടല്ലോ, ഡബ്ബ് വെർഷൻ കിട്ടിയില്ല, സബ് ടൈറ്റിൽ പ്രോപ്പർ അല്ലായിരുന്നു. ജെമിനി ഉള്ളതുകൊണ്ടാണ് ഒരു വിധത്തിലെങ്കിലും കഥ മനസ്സിലാക്കിയത്. സബ്സ്ക്രിപ്ഷന് പുറത്ത് റെന്റിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണോ ചെക്ക് ചെയ്ത് നോക്കിയാൽ അങ്ങനെ സിനിമ കാണാം. ഇവിടെ ഏതായാലും നമുക്ക് വിശദമായിട്ട് വ്യക്തമായിട്ട് കഥ A to Z കേട്ട് മനസ്സിലാക്കാം. സംഭവം 1960-ലാണ്. 4 ടീനേജേഴ്സ് ബോഡോം ലേക്കിൽ വെക്കേഷന് പോയി. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഈ ബോഡോം ലേക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം, കുട്ടികൾ പോയ ആ ഒരു പ്രദേശം ആളൊഴിഞ്ഞ കാട് പോലെയുള്ള ഒരു പ്രദേശമാണ്. സ്വസ്ഥം, സമാധാനം, പ്രകൃതി, നല്ലൊരു ലേക്ക്, നല്ല വ്യൂ. ഇങ്ങനെ ഒരു സ്ഥലത്ത് വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ചെന്ന് ഈ കുട്ടികളെ കാത്തിരുന്നതോ അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു അപകടം. 4 കുട്ടികളും അവിടെ ലേക്കിൽ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കളിക്കുമ്പോൾ കുറച്ച് ഇപ്പുറത്തായിട്ട് മറ്റൊരാൾ അവരെ നോക്കിയിരുന്ന് കത്തിരാകുന്നു. ഇയാളുടെ നോട്ടവും കത്തിരാകുന്നതും ഒക്കെ കണ്ടിട്ട് മൊത്തത്തിലൊരു പന്തികേടുണ്ട്. ഒന്നുകിൽ മണ്ടൻ, അല്ലെങ്കിൽ പിള്ളേരെ ബ്രൂട്ടലായിട്ട് വേദന അനുഭവിപ്പിച്ച് കൊല്ലാനുള്ള പ്രിപ്പറേഷനാണ്. കത്തിയുടെ മൂർച്ച കൂട്ടുന്നതിന് പകരം എഡ്ജ് പോകുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ രാകുന്നത്. ഇതൊന്നും അറിയാത്ത സൈക്കോ കില്ലറാണെന്ന് തോന്നുന്നു. ഏതായാലും അന്ന് ആ രാത്രി വെക്കേഷന് പോയ 4 കുട്ടികളിൽ 3 പേര് കൊല്ലപ്പെട്ടു. ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ല. വർഷങ്ങൾക്കിപ്പുറം 2004 രക്ഷപ്പെട്ടു വന്ന 4-മനാണ് കൊലപാതകി എന്നുവരെ പോലീസ് ആരോപിച്ചു. എന്നാൽ അതൊരു ആരോപണം മാത്രമായി അവസാനിച്ചു. തെളിവില്ല. തെളിവുകളുടെ അഭാവത്തിൽ കോടതി അവനെ വെറുതെ വിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് 2015-16 സമയത്ത് ഈ ഒരു ലേക്ക് ബോഡോം ഇൻസിഡന്റിനെ പറ്റി കുറെ അന്വേഷിച്ച 2 കുട്ടികൾ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിക്കുവാണ്. ആമ്പിള്ളേരാണ്. യുവമാർക്ക് ആ സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട് ക്രേസ് കയറി. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ടീനേജേഴ്സ് കാട്ടിൽ പോയ പോലെ 2 പെൺകുട്ടികളെ കൂടെ കൂട്ടി നേരെ അങ്ങോട്ട് പോയേക്കാം, ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം, ഏതാ സംഭവം എന്ന് കണ്ടുപിടിക്കാമെന്നുള്ള മട്ടിലാണ്. സുഹൃത്തുക്കളായ 2 പെൺകുട്ടികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അതേപോലെ റിക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അന്ന് കൊല്ലപ്പെട്ട ടീനേജേഴ്സ് ധരിച്ചിരുന്ന അതേ തരത്തിലുള്ള ഡ്രസ്സുകൾ, ഈവൻ ഇന്നേഴ്സ് വരെ ഉമാര് സംഘടിപ്പിക്കുന്നുണ്ട്. എന്താ സെറ്റപ്പ്! ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അപകടത്തിലേക്ക് ചെന്ന് ചാടാൻ പറ്റിയ പ്രായം കൂടിയാണ്. ആൺപിള്ളേർ 2 പേരില് മുടി നീട്ടി വളർത്തിയ പയ്യന്റെ പേര് ആറ്റെ. ഇത് മുടിയന്റെ പ്ലാൻ അല്ല, മുടിയന്റെ ഫ്രണ്ടാണ് ഇതിന് നിർബന്ധം പിടിച്ച് ഇവനെ കൂടെ കൊണ്ടുപോകുന്നത്. ഏലിയാസ്. അവനാവട്ടെ ബോഡോം ലേക്കിൽ ഇവർ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള കൊലപാതകങ്ങളെ പറ്റിയും ഇതിന്റെ അപകടത്തെ പറ്റിയും ഒന്നും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. മുടിയുള്ള പയ്യന് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇവരുടെ കൂടെ പോകുന്ന പെൺകുട്ടികൾക്ക് ഇതുവരെയും കാര്യങ്ങളൊന്നും വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ വരണമെന്നില്ലല്ലോ. അതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് അവരെ അവിടെ എത്തിക്കുക. എന്നിട്ട് ഏലിയാസ് ഉദ്ദേശിക്കുന്ന പോലെ എന്തൊക്കെയോ അവിടെ എക്സ്പെരിമെന്റ് ചെയ്യുക, അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെയാണ് പ്ലാൻ. ഇവരുടെ കൂടെ പോകുന്ന പെൺകുട്ടികളിൽ ഒരാളാണ് ഈട. നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ കൂടിയാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, വെക്കേഷന് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ അത് ഭയങ്കരമായിട്ട് എതിർത്തു. എന്ത് വെക്കേഷനോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി റൂമിനകത്തിരുന്നോണം. നീ കാരണം നമ്മുടെ കുടുംബത്തിനുണ്ടായ നാണക്കേട് ചെറുതൊന്നുമല്ല. കർക്കശക്കാരനായ അച്ഛനാണ്. പുള്ളിക്കാരൻ പറഞ്ഞതാണ്. ഈട കാരണം ഒരു നാണക്കേടുണ്ടായി എന്നും പറയുന്നുണ്ടല്ലോ. ഈടയെ പുറത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷേ ഈടയുടെ അമ്മ ഇവിടെ ഇടപെട്ടു. ഈട കാരണം കുടുംബത്തിന് മൊത്തം നാണക്കേടായി എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു സംഭവം എന്തു തന്നെയാണെങ്കിലും അതേ സംഭവത്തെ തുടർന്ന് ഈടയും ആകെ വിഷമത്തിലായിരുന്നു. എത്ര നാളെന്ന് വെച്ചാൽ കൊച്ചിങ്ങനെ വിഷമിച്ച് നടക്കുക. അവൾ വീണ്ടും പഴയ പോലെ ആക്റ്റീവായി കാണുമെന്ന് ഈടയുടെ അമ്മയ്ക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടായിരുന്നേ, കൊച്ചു പോയിട്ട് വരട്ടെ, നമുക്കറിയാവുന്ന കുട്ടികളുടെ കൂടെ അല്ലേ, അവൾക്കൊന്ന് ഹീലാവാനുള്ള അവസരമാവട്ടെ ഇത്. ദെൻ ഈടെ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ചെല്ലും. ഈ കുട്ടിയുടെ പേര് നോറ. ഈടയും നോറയുമാണ് ഏലിയാസിന്റെയും ആറ്റിയുടെയും കൂടെ ലേക്ക് ബോട്ടമിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈട ഇപ്പൊ കുറച്ചധികം ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈടയുടെ തുണിയില്ലാത്ത കുറച്ച് ഫോട്ടോസ് ഇവരുടെ കോളേജിൽ പിള്ളേർക്കിടയിൽ സ്പ്രെഡ് ആയിരുന്നു. ഇതാരാണ് ഇവളുടെ ഇങ്ങനെയുള്ള ഫോട്ടോസ് എടുത്തത്, എപ്പോഴെടുത്തു, ആരാണ് സ്പ്രെഡ് ചെയ്തത് ഒന്നും അറിയില്ല. എന്തായാലും കുട്ടികൾ ഒരുപാട് പേര് ഇവളുടെ ഫോട്ടോസ് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഏതൊരാളാണെങ്കിലും തകർന്നു പോലോ. ഈടയ്ക്കും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അവൾ കാരണം അവളുടെ ഫാമിലിക്ക് ഇങ്ങനെ നാണക്കേടായി. അത്തരത്തിലുള്ള ഫോട്ടോസ് ലീക്ക് ആയതുകൊണ്ട് തന്നെ ഇവള് അത്തരത്തിലുള്ളൊരു പെണ്ണാണെന്നുള്ള ധ്വനി എല്ലായിടത്തും പരന്നു. അവളുടെ ഒത്തിരി ഫ്രണ്ട്സ് അവളെ ഒഴിവാക്കി. കോളേജിൽ പോയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ
അപ്പോഴൊക്കെ ഇവളുടെ കൂടെ ഉണ്ടായിരുന്നത് നോറ മാത്രമാണ്. ട്രൂ ഫ്രണ്ടായിട്ട് നോറ ഇവളുടെ കൂടെ നിന്ന് ഈവൻ ഇവളുടെ ഫാമിലി പോലും തള്ളി പറഞ്ഞ സമയത്ത് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്ത് അവളെ ഇത്രയെങ്കിലും നോക്കിയാക്കിയെടുത്തു. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, തിരുത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതല്ലേ ഓപ്ഷനുള്ളൂ. എപ്പോഴും ആ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കാതെ അതിൽ നിന്ന് റിക്കവർ ആകുക. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, അവന്മാരവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മൾ മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് പരമാവധി ഈടയെ കംഫർട്ടബിൾ ആക്കി നോറ അവളെയും കൂട്ടി ട്രിപ്പിന് പോകുന്നു. ഈട അത്ര സ്ട്രോങ് അല്ലെന്ന് മനസ്സിലായല്ലോ. നോറയാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്. പുള്ളിക്കാരിക്ക് അത്ര നല്ല പാസ്റ്റ് ആയിരുന്നില്ല. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛൻ എന്തോ കാരണത്താൽ ബേസ്മെന്റിൽ തൂങ്ങി മരിച്ചു. അച്ഛനില്ലാതെ ഒരു ജീവിതമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്ത് അങ്ങനെ ഒരു ധൈര്യശാലിയായ കുട്ടി എന്ന് പറയാം. ഏതായാലും ഇപ്പം 4 ആളും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് യാത്ര തിരിച്ചു. പോണ വഴിക്ക് ഏലിയാസ് കൂടുതലും സംസാരിക്കുന്നത് ലവ്, സെക്സ്, ആണ്, പെണ്ണ് ഇങ്ങനെയൊക്കെയുള്ള മാറ്റേഴ്സാണ്. ചെക്കൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള മട്ടിലാണ് ഈ ട്രിപ്പിനെ പോകുന്നത്. ഇതുപോലൊരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാതെ ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് തന്നെ ഇവൻ എടുക്കുന്ന വലിയൊരു റിസ്ക് ആണ്. ഇതിന്റെ സീരിയസ്നെസ് ഇവന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പിള്ളേരല്ലേ, ചുമ്മാ ഒരു വൈബിന് പോയേക്കാവുന്നുള്ള മട്ടിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇവരോട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയാതെ അവരെയും കൂട്ടിക്കൊണ്ട് പോവാ. കുറേ സമയം നീണ്ട യാത്രയ്ക്കൊടുവിൽ സ്ഥലത്തെത്തി. പലയിടത്തും വാർണിംഗ് സൈൻസ് ഒക്കെ കാണാം. ഇതെല്ലാം കാണുമ്പോൾ പെൺകുട്ടികൾക്ക് സംശയമാവുന്നുണ്ട്. അവര് ഇതെന്താ ഏതാ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴും കറക്റ്റ് ക്ലാരിറ്റിയോടെ സംസാരിക്കാതെ ഇവന്മാർ ഇവരെയും കൂട്ടി അങ്ങനെ ചെന്ന് ബോഡോം ലേക്കിന്റെ അവിടെ എത്തി. ഈ സ്ഥലത്ത് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാബിനുണ്ട്, അവിടെ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ക്യാബിൻ കൂടി കാണാത്തതോടെ പെൺകുട്ടികൾക്ക് സംശയം ഇരട്ടിയായി. അവർ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതാണ് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്. രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിരുന്ന ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. 10-50 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ, അന്ന് ഏതോ ഒരു കില്ലർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ പല കഥകൾ പറയുന്നുണ്ടല്ലോ, ഒന്നിലൊരു ഉറപ്പില്ല. ഏതായാലും വെക്കേഷന് വന്നു. ഇനിയിപ്പോൾ ഈ രാത്രി സമയം തിരിച്ചു പോകുന്നത് അത്ര നല്ലതല്ല, കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് കരുതി ഇവരും ഇവിടെ അങ്ങ് സ്റ്റേ ചെയ്യുവാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ ഒരു സംഭവത്തെ പറ്റിയും അതിൽ ഈ പിള്ളേർ ഇൻട്രസ്റ്റിനെ പറ്റിയും ഒക്കെ ഇവർ ചോദിച്ചറിയുന്നുണ്ട്. അന്നൊരു പക്ഷേ ആ ടീനേജേഴ്സിനെ കൊന്നു കളഞ്ഞത് ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അവൻ ഇപ്പോഴും ഈ കാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിലോ, അങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴും പിടിക്കപ്പെടാതെ സ്വതന്ത്രമായി അവനോട് ജീവിക്കുന്നുണ്ടെങ്കിലോ, അങ്ങനെയും ചിന്തിക്കാലോ. മേ ബി അയാൾ വീണ്ടും വന്നാൽ അയാളെ കൊടുക്കാൻ ഇതൊരു അവസരമാകുമെന്നും പറയുന്നുണ്ട്. ഒരാളായിരിക്കും കില്ലർ എന്ന് കരുതിയാണ് പിള്ളേർ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിലോ, ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിലോ മൊത്തത്തിൽ പണിവാളും. എന്നാലും റിസ്ക് എടുക്കുക തന്നെ. ഏലിയാസും നോറയും ലേക്കിലിറങ്ങി നീന്തി കുളിച്ച് കയറി വന്നു. ഈടെയാവട്ടെ ഒത്തിരിയേറെ ഭയന്നിട്ട് തന്നെയാണ്. പുള്ളിക്കാരി ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇൻസിഡന്റിനെ പറ്റി പിന്നെയും ചോദിക്കുന്നുണ്ട്. അന്ന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ പറയുന്ന കഥകൾ പോലെ 4 പേരെ ഒരാൾ കൊല്ലുക, അതെങ്ങനെ പോസിബിൾ ആവും? അയാൾ അത്ര ബലവാനായിരിക്കും? ഏലിയാസും മാറ്റയും ചിന്തിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഥ എന്താണെന്നാൽ, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ടീനേജേഴ്സ് ഇവിടെ വന്നു, ലേക്കിലൊക്കെ കളിച്ചു, അവർ ടെന്റിൽ കിടന്നുറങ്ങി. ആ സമയം മുഴുവൻ, അവരിവിടെ വന്ന സമയം മുഴുവൻ ആ കില്ലർ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിള്ളേർ വന്നതും ടെന്റ് അടിച്ചതും അവർ കളിക്കുന്നതും അവരുടെ ടൈം എൻജോയ് ചെയ്യുന്നതും ലേക്കിൽ കുളിക്കുന്നതും ഒക്കെ അയാൾ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടാവും. ഈ പ്രദേശത്തുള്ള ആരും ആയിരിക്കാനുള്ള സാധ്യതയില്ല. പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ആവാം കില്ലർ എന്നാണ് നിഗമനം. ആ 4 കുട്ടികളെയും ദൂരെ നിന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് അയാൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു കൊലപാതകം നടത്തിയതായി കൂടെ. കൊലപാതകി ഒരാളെ ആക്രമിക്കുമ്പോൾ ബാക്കിയുള്ളവർ ചുമ്മാ നോക്കി നിൽക്കില്ല. ഒന്നുകിൽ കൊലപാതകയെ എതിർക്കാൻ ശ്രമിക്കും, രക്ഷയില്ലെന്ന് കണ്ടാൽ എങ്ങനെയും ഓടി രക്ഷപ്പെടാനെങ്കിലും ശ്രമിക്കും. എന്നിട്ടും ഒരു രാത്രി 3 പേരെ കൊലപ്പെടുത്താൻ പറ്റി. 4-മനെ പരിക്കുകളോടെ രക്ഷപ്പെടാൻ അനുവദിച്ചോത്രേ. അവനായിട്ട് രക്ഷപ്പെട്ടതായിരിക്കില്ല, അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചതാവുമെന്ന്. ഈ സംഭവങ്ങളൊക്കെ പുറത്തറിഞ്ഞ് അത് ജനങ്ങളിൽ ഭീതി പരത്തുന്നതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു സൈക്കോ കില്ലർ ആവാം ഇതിന്റെ പുറകിൽ എന്ന് ചിന്തിക്കാനുള്ള കാരണം ഇതാണ്. ഇങ്ങനെയൊക്കെ ആവാമെന്ന് ആറ്റെ അവന്റെ ചിന്തകൾ പറയുമ്പോൾ എല്ലാം കേട്ടിട്ട് ഈടയ്ക്ക് പേടിയാവുന്നുണ്ട്. എന്നാൽ ഏലിയാസിന് ഓറയാവട്ടെ, ആഹാ ഈ സാഹചര്യത്തിൽ കേട്ടിരിക്കാൻ പറ്റിയ കഥ. നിങ്ങൾ ഇതും പറഞ്ഞു വിട്ടിരുന്നു, ഞങ്ങൾ ടെന്റിൽ കാണും എന്ന് പറഞ്ഞ് 2 പേരും ആ വഴിക്ക് അങ്ങനെ പോയി. ഇന്നേരം മാറ്റെ ഈടയുടെ സ്പ്രെഡ് ചെയ്യപ്പെട്ട ഫോട്ടോസിനെ പറ്റി അവളോട് സംസാരിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ല ഈട. എന്നാലും ആരായിരിക്കും നിന്റെ ആ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നീ അതിൽ നിന്നൊക്കെ റിക്കവർ ആയല്ലോ. ഈട പറയുന്നതാണെങ്കിലോ, നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇത് അനുഭവിച്ച് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, വീട്ടിലും ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെ സൈഡിൽ നിന്നും കുറ്റപ്പെടുത്തൽ മാത്രം. അതിൽ നിന്നും പൂർണ്ണമായി റിക്കവർ ആവാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ നീയൊക്കെ ഒരു കള്ളക്കഥയും പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് ഇവിടെ വന്നു, അത്ര തന്നെ എന്നെല്ലാം പറഞ്ഞ പുള്ളിക്കാരി അവിടെ എണീറ്റപ്പോൾ അപ്പുറത്ത് ലേക്കിന് അപ്പുറത്തേക്ക് അറിയുന്ന ആരോ ലൈറ്റ് അടിക്കുന്ന പോലെ എന്തോ ഒരു വെട്ടം അവള് കണ്ടു. ആറ്റേ, നീ പറഞ്ഞ പോലെ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലോ, നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിലോ? ഞാൻ ദോ അവിടെ ഒരു വെട്ടം കണ്ടു. വെട്ടമോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ചിലപ്പോൾ അത് ചന്ദ്രന്റെ വെളിച്ചമായിരിക്കും. ചന്ദ്രൻ ഇടയ്ക്ക് ഇങ്ങനെ ഭൂമിയിൽ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. വാ നമുക്ക് പോവാം. വെറുതെ കാട്ടിൽ നോക്കിയിരുന്ന് രാത്രി പേടിച്ചെഴുന്നേക്കാനായിട്ട്. നീ വന്നേ നീ. ഇല്ലല്ല, 1 മിനിറ്റ് നിൽക്കും, എനിക്കൊന്ന് മേല് കഴുകണം. നീ പൊക്കോ എന്ന് പറഞ്ഞ് ഇവള് നേരെ ലേക്കിന്റെ അവിടെ ഇറങ്ങിയിരുന്ന് മേല് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പുറകിൽ ആരോ ഒരാളിങ്ങനെ നടക്കുന്ന ശബ്ദം. ഈടെ ഒരുമാതിരി അങ്ങ് പേടിച്ചു. ആറ്റയെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ആരാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഏലിയാസ് ആയിരുന്നു. ഓ, ഈ വത്സലനായിരുന്നു. ഇവന് പിന്നെ മാനേഴ്സിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ലല്ലോ. മേല് കഴുകിയത് മതിയാക്കി അവൾ കയറിപ്പോയി. ഫോട്ടോസ് ലീക്കായതിന്റെ പേരിൽ അത്രയും വിഷമിച്ച കൊച്ചിന്റെ അടുത്താണ് ഇവൻ പിന്നെയും ഇങ്ങനെ പെരുമാറുന്നത്. then 4 ആളും കിടന്നുറങ്ങുന്നു. കുറേ സമയം
സമയം കഴിഞ്ഞപ്പോൾ ടെന്റിന് പുറത്തൊരു അനക്കം, എന്തോ ഒരു ശബ്ദമൊക്കെ ഇവർക്ക് കേൾക്കാം. പെൺകുട്ടികൾ ഇത് ശ്രദ്ധിച്ച് ഇവർക്ക് ആകെ പേടിയായപ്പോൾ ഏലിയാസിനോട് പറഞ്ഞു. അവന് പേടി എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. പുള്ളിക്കാരൻ ടോർച്ചും എടുത്ത് നേരെ പുറത്തിറങ്ങി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അടുത്ത പ്രദേശങ്ങളിലൊന്നും ആരെയും കാണാനില്ല. ടെന്റിനകത്തുള്ളവരും ആകെ പേടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാവോ, പ്രശ്നം വല്ലതും ഉണ്ടാവോ എന്നുള്ള പേടിയിൽ അങ്ങനെ ഇരുന്നപ്പോൾ ടെന്റ് മൊത്തത്തിൽ അങ്ങ് ഷെയ്ക്കായി എല്ലാവരും ഞെട്ടിപ്പോയി. സൈക്കോ ഒന്നുമല്ല, ഏലിയാസ് ഇവരെ പേടിപ്പിക്കാൻ ചെയ്തതാണ്. എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും ഈ സാഹചര്യത്തിൽ ഞെട്ടിപ്പോവും. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പോലും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ഞെട്ടലുണ്ടാവും. ദെൻ നോറ ടെന്റിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നപ്പോൾ ഏലിയാസ്, അല്ല നീ ഇതെങ്ങോട്ട് പോവാ? എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. അവിടെയൊക്കെ സേഫ് ആണല്ലോ അല്ലേ? അത് അത്ര സേഫ് അല്ല നോറ, ഞാനും കൂടെ വരാം. അയ്യോ വേണ്ടേ വേണ്ട, അതിനേക്കാളും സേഫാ സൈക്കോയ, ഞാൻ പോയിട്ട് വരാന്നുള്ള വണ്ടിയിൽ പുള്ളിക്കാരി അങ്ങ് പോയി. ഇവൻ വിടുന്നില്ല, ഇവൻ പുറകെ പോകുന്നുണ്ട്. അതൊരു വൃത്തികെട്ട ഫെല്ലോ, അത് ആ വഴിക്ക് പോട്ട്. നോറയെ രക്ഷിക്കാൻ ഇപ്പം നോറയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ടെന്റിനുള്ളിൽ മുടിയുള്ള പയ്യൻ ആറ്റെ ഈടയോട് അവളുടെ ഫോട്ടോസിനെ പറ്റിയൊക്കെ വീണ്ടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവൻ അതിനെപ്പറ്റി എന്തോ ഇവളോട് പറയണമെന്നുണ്ട് എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചു വന്നപ്പോൾ, ആറ്റെ അതാരാ എടുത്തേ നിനക്കറിയോ? ആരാ ആ ഫോട്ടോസ് എടുത്തേ? അവൻ എന്തോ അറിയാട്ടോ ആ ഫോട്ടോസിനെ പറ്റി, ആ ഫോട്ടോസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഇവളോട് പറയാനുണ്ട്. ഒരു പക്ഷേ അത് എടുത്തതും സ്പ്രെഡ് ചെയ്തതും ആരാണെന്ന് അവൻ അറിയാമായിരിക്കും. ഈട വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ടെന്റ് അങ്ങ് താഴെ വീണു. ആറ്റെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരുമില്ല. ഏലിയാസ് ആയിരിക്കും ഇത് ചെയ്തത്. ഏലിയാസും നോറയും കൂടി ഇവരെ പേടിപ്പിക്കാൻ ചെയ്തതാണെന്നാണ് കരുതുന്നത്. പൊളിഞ്ഞു വീണ ടെന്റ് പതിയെ ഉയർത്തി അതിനകത്തേക്ക് കുനിഞ്ഞു കയറി നമ്മുടെ ഈടയോട്, എനിക്ക് തോന്നുന്നതേ അവര് നമുക്കിട്ട് പണിതാണ്. നോറയും ഏലിയാസും ഇവളോട് ഒളിച്ചിരിപ്പുണ്ട്, വാ നമുക്ക് പോയി അവരെ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവക്ക് പോകാൻ പേടി. ഇല്ല ഞാൻ വരുന്നില്ല, നീ പൊക്കോ, എനിക്ക് പറ്റില്ല, എനിക്ക് ഉറക്കം വരുന്നു. ഇതങ്ങോട്ട് പറഞ്ഞ് നാവെടുത്തത് മാറ്റി ഒരുമാതിരി അങ്ങ് പിടയാൻ തുടങ്ങി. എന്താടാ നീ എന്നെ ഒരുമാതിരി പൊട്ടാക്കുവാണോ? ചോദിച്ചു തീർന്നില്ല, ദേ അവന്റെ വായിലൂടെ ബ്ലഡ് പുറത്തു വരുന്നു. റിയൽ ബ്ലഡാണ്. ആരോ ആറ്റയുടെ പുറകിലൂടെ വന്ന് അവനെ കുത്തി. സൈക്കോ കില്ലർ തന്നെ, ഇനി ഇവർക്ക് രക്ഷയില്ല. ഇതേ സമയം ഏലിയാസും നോറയും അങ്ങ് കാട്ടിലുമാണല്ലോ. കേട്ട കഥയൊക്കെ സത്യമാണ്. സൈക്കോ വന്നു ഓരോരുത്തരായിട്ട് കൊല്ലാൻ തുടങ്ങി എന്നുള്ള കാര്യമൊക്കെ അവരെ അറിയിക്കാനുള്ള സമയം പോലും കിട്ടണമെന്നില്ല. ഈടെ ഇവിടെ ഒറ്റയ്ക്കല്ലേ, വേണമെങ്കിൽ അയാൾക്ക് ഇപ്പൊ ഈടയെ കൊല്ലാം, ദെൻ ബാക്കി രണ്ടുപേരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാം. ഏതായാലും മുഴുവനായിട്ട് പെട്ട്. ഒരാൾക്ക് കുത്തുകൊണ്ടു, ബാക്കി മൂന്നാളുടെ വിധി എന്താണെന്ന് കണ്ടറിയണം. ടെന്റിന്റെ അവിടുന്ന് മാറി കുറച്ച് അപ്പുറത്തായിരുന്ന നോറയും ഏലിയാസും ഇവിടുത്തെ ശബ്ദവും ബഹളവും ഒക്കെ കേട്ട് ഇങ്ങോട്ട് ഓടി വന്നു. ആറ്റയുടെ ശരീരത്തൂടെ രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈടെ ആവട്ടെ കരഞ്ഞ് നിലവിളിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവന്റെ അടുത്ത് അങ്ങനെ ഇരിക്കുക. അവനാ ആ കില്ലർ ഇവിടെ വന്ന് എന്നെ കുത്തി എന്നൊക്കെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്. നോറ തുണിയൊക്കെ വെച്ച് അവനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് ബ്ലഡ് പോയിരുന്നു. ഏലിയാസിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആറ്റെ തന്നെ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കല്ലേ, നിങ്ങൾ പോവും, നിങ്ങൾ രക്ഷപ്പെട്ടോ. വെപ്രാളപ്പെട്ട് ഏലിയാസ് സ്ട്രക്ചർ എടുക്കുക, ഇവനെയും കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കാട്ടിൽ ആര് സ്ട്രക്ചർ കൊണ്ടുവച്ചേക്കുന്നു? ഇവനെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വഴിയില്ല. കൂടിപ്പോയാൽ 2 മിനിറ്റ്, അതിനുള്ളിൽ ഇവൻ മരിച്ചു വീഴും എന്ന് ചിന്തിക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും അവൻ അൺകോൺഷ്യസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഈ പാതിരാത്രി അവനെ രക്ഷപ്പെടുത്താൻ ഒന്നും ചെയ്യാനില്ല. ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടുകയുള്ളൂ വഴിയെന്ന് മനസ്സിലാക്കി 3 പേരും വേഗം അവിടെ നിന്ന് ഓടിയിറങ്ങി പോവാണ്. ഈ പാതിരാത്രി ഇങ്ങനൊരു കാട്ടിൽ പെട്ടുപോയി. എങ്ങോട്ടാണ് പുറത്തേക്ക് പോകേണ്ട വഴിയെന്ന് പോലും വ്യക്തമായി അറിയത്തില്ല. പോണ പോക്കിൽ നോറ തട്ടിയടിച്ച് വീണ് കാല് മടങ്ങി. ഇപ്പൊ കാലിനും വേദനയായി. എല്ലാവരും പേടിച്ചിരിക്കുവാണല്ലോ. വെപ്രാളത്തിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ അബദ്ധം പറ്റാനുള്ള സാധ്യതകൾ കൂടും. ഇവര് തന്നെ അപകടം പിന്നെയും വിളിച്ചു വരുത്തുന്ന പോലെ ആയിപ്പോവും. ഏലിയാസും ഈടയും നോറയെ തോളിൽ താങ്ങി കുറച്ചു ദൂരം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവൾക്ക് ഒട്ടും പറ്റുന്നില്ല. ഇവരുടെ സപ്പോർട്ടോട് കൂടി പോലും നടക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി ആരെങ്കിലും സഹായത്തിന് വിളിച്ചുകൊണ്ട് വാ, ഞാനിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്കാർ തന്നെ അവിടെ ഇരിക്കാനുള്ള ഒരു റിസ്ക് ഏറ്റെടുത്തു. സേഫ്റ്റിക്ക് വേണ്ടി കയ്യിൽ ഒരു ചെറിയ ടോർച്ചും ഒരു ചെറിയൊരു കോടാലിയും, ഇവരുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം എന്ന് പറയാം, അതും മാത്രം കൊടുത്തിട്ടുണ്ട്. കില്ലർ വന്നാൽ ഇവക്ക് നേരാമണ്ണമൊന്നും വീശാൻ പറ്റണമെന്ന് പോലും ഇല്ല. എന്നാലും ഇരിക്കട്ടെ ഒരു സേഫ്റ്റിക്ക്. മറ്റുള്ള ഒരു സഹായത്തിന് ആളെ വിളിച്ചുകൊണ്ട് വരുന്നവരെയെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റിയാ നല്ലത്. രണ്ടാളും കാട്ടിലൂടെ പല വഴി ഓടി നോക്കിയെങ്കിലും ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഇവരൊരുമാതിരി ലൂപ്പ് പോലെ ഇതിനകത്ത് കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുക. അധികം സമയമൊന്നുമില്ല. കില്ലർക്ക് ഈ പ്രദേശം പരിചയമാണെങ്കിൽ പുള്ളിക്കാരൻ ഏത് നിമിഷവും എവിടുന്ന് വേണേലും വന്ന് ആക്രമിക്കാം. ഇങ്ങനെ പെട്ടുപോയ സാഹചര്യത്തിൽ ഈടെ ഏലിയാസിനോട് ദേഷ്യപ്പെടുന്ന പോലും ഉണ്ട്. അവൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. ഇവന്റെയൊക്കെ പ്ലാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ പറ്റിയത്. ഇങ്ങനെ 1-2 ഫ്രസ്ട്രേഷന്റെ പുറത്ത് പറഞ്ഞ് ഒടുക്കും ഇത് ഈടയുടെ ആ ഒരു ലീക്കായ ഫോട്ടോസിൽ ചെന്ന് നിന്നു. അത് പിന്നെ ഇവരെല്ലാം ഈ പറയുന്ന പോലെ അങ്ങനെ ഫോട്ടോസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ലീക്ക് ആയിട്ടുണ്ടോ? ഇവൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഈടയ്ക്ക് പിന്നെയും അങ്ങ് ദേഷ്യം കൂടി. നീ എന്ത് ഉദ്ദേശിക്കുന്നേ? എന്താ നിന്റെ പ്രശ്നം എന്താ? അല്ലെന്നേ, ഞാൻ ആ ഫോട്ടോസ് കണ്ടിട്ടില്ല. ഞാനത് ഭയങ്കരമായിട്ട് തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. എനിക്കറിയാം ചെയ്തത് തെറ്റാണ്, പക്ഷെ ഞാൻ കുറെ തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയില്ല. കോളേജിൽ പലരും കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരുപക്ഷെ അവർ പറഞ്ഞൊക്കെ കള്ളമാണെങ്കിലോ, അങ്ങനെ ഫോട്ടോ ഇല്ലെങ്കിലോ? നിനക്കും ചിന്തിക്കാലോ. ഇങ്ങനെ ലീക്കായി എന്നുള്ള ന്യൂസ് സ്പ്രെഡ് ആയാൽ പലരും ഇങ്ങനെ പറയും, ഞാൻ കണ്ടു എന്ന് അഭിമാനത്തോടെ പറയും. അത്രേ ഉള്ളൂ. ഏലിയാസ് പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ്, ചിലപ്പോൾ ഒക്കെ അങ്ങനെയും സംഭവിക്കാറുണ്ട് എന്ന് നമുക്കും തോന്നുമ്പോൾ ഈടെ പറയും, ദേ ഒരുമാതിരി കാട്ടിൽ ഇങ്ങനെ പെട്ടുകിടക്കുമ്പോൾ പിന്നെ എന്നെ ദേഷ്യം പിടിപ്പിച്ചുണ്ടല്ലോ. അങ്ങനെ ഫോട്ടോസ് ഉണ്ട്, നോറ അത് കണ്ടിട്ടുണ്ട്. ഇതാരും ഉണ്ടാക്കി വിട്ട കഥയൊന്നുമല്ല. വെറുതെ ഇങ്ങനെ 1-2 പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന
ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ആ കില്ലർ വരുന്നതിന് മുമ്പ് എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കണമല്ലോ. ഇടാ ഒരു മിനിറ്റ്, ഞാൻ പറയുന്നു കേക്ക്. എനിക്ക് നിനക്കറിയാലോ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊരു മാതിരി ക്രിഞ്ച് ഡയലോഗ് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് കൈവച്ചപ്പോൾ ഒരു കത്തി ഇതേ കയ്യിലൂടെ കുത്തി ഇറങ്ങി വരുന്നു. അത് തന്നെ കില്ലർ തന്നെ ഇവന്റെ പുറകിലൂടെ വന്ന് പുറകിലൂടെ കത്തി കുത്തി ഇവന്റെ ഹൃദയത്തിലൂടെ ഇറക്കി കയ്യിലും ഇറക്കി. കില്ലറിന്റെ മുഖം കാണാൻ പറ്റുന്നില്ല, കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. തുടരെ ഇവനെ ഇങ്ങനെ കുത്തി കൊല്ലുമ്പോൾ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ച് നിന്നു പോവാണ് നമ്മുടെ ഈട. ആറ്റയും ഏലിയാസും തന്റെ കൺമുന്നിൽ കൊല്ലപ്പെടുന്നത് കണ്ട് പുള്ളിക്കാരി ചലിക്കാൻ പോലും പറ്റാതെ അങ്ങനെ നിന്നു പോയതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വരുമ്പോഴാണ് ഇവനെ കുത്തി കൊല്ലുന്ന കില്ലറിന്റെ മുഖം കാണിച്ചു തരുന്നത്. അത് ഇവരവിടെ കാല് വയ്യാന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് വന്ന നോറയില്ലേ, പുള്ളിക്കാരിയാണ്. ഏലിയാസിനെ നിഷ്കരണം നോറ അങ്ങനെ കുത്തി കൊല്ലുന്നത് കണ്ട് ഇവള് പേടിച്ചു നിന്നതല്ല. ഇതൊക്കെ ഈടയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനായിരുന്നു. ഏലിയാസിനെയും ആറ്റയെയും കൊല്ലണമെന്ന് തീരുമാനിച്ചു തന്നെയാണ് ഇവരോടൊപ്പം ട്രിപ്പ് വന്നത്. കൊന്നുകളയാൻ രണ്ടാളുടെ കയ്യിലും കത്തിയും, കൊന്നുകളഞ്ഞാൽ ബോഡി ആ ലേക്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടി, ബോഡി ഫുള്ള് കവർ ചെയ്ത് ലേക്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഇവളുമാർ രണ്ടുപേരും വന്നതെന്നേ. ആറ്റയുടെയും ഏലിയാസിന്റെയും ബോഡി ബാഗുകളിലാക്കി അത് തമ്മിൽ കണക്ട് ചെയ്ത് ലേക്കിലേക്ക് തള്ളിയിട്ടു. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം ഒന്നാണല്ലോ, എന്തിന് ഇവരിങ്ങനെയൊക്കെ ചെയ്യണം? ശ്രദ്ധിച്ച് കണ്ടിട്ടുള്ളവർക്ക് കാര്യം ഇതിനോടകം പിടികിട്ടിയിട്ടുണ്ടാവും. കാരണം ഈടയുടെ ഫോട്ടോസ് ലീക്കായതാണ്. അത് ലീക്കാവാൻ കാരണം ആറ്റയും ഏലിയാസുമാണത്രേ. അതായത് ഇത് ശരിക്കും ഒരു റിവെഞ്ച് സ്റ്റോറി ആയിരുന്നു. ഇവളുടെ അത്തരത്തിലുള്ള ഫോട്ടോസ് സ്പ്രെഡ് ചെയ്തതിന് പകരമായിട്ട് അവന്മാരെ കൊന്നുകളയാൻ തീരുമാനിച്ച് അവന്മാർ ബോഡോം ലേക്കിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്ത്രപരമായി കൂടെ കയറി പറ്റിയതാണ്. ഇതാണ് പറയുന്നത് ചിലരെയൊക്കെ നമ്പിനാൽ ഉടുപ്പിൽ മൊത്തം ചോരയാകുമെന്ന്. ഇവരുടെ പ്ലാൻ പ്രകാരം ഇവർ ഉദ്ദേശിച്ച പോലെയൊക്കെ ചെയ്തെടുത്തു. രണ്ടുപേരെയും ഇല്ലാണ്ടാക്കി ബോഡിയൊക്കെ ഡിസ്പോസ് ചെയ്തു. എന്നിട്ട് വന്ന് കാറിൽ കയറിയപ്പോഴാണ് കാറിന്റെ ചാവിയും അവന്മാരുടെ കൂടെ വെള്ളത്തിൽ പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഗേൾസിന്റെ പ്ലാനൊക്കെ കിടിലായിരുന്നു, പക്ഷേ കാറിന്റെ ചാവി ബോയ്സിന്റെ കയ്യിലായിരുന്നു. ഏലിയാസിന്റെ കൂടെ ചാവിയും വെള്ളത്തിൽ പോയ ചാവി ഇല്ലാതെ ഇവർക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. ചാവി എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് രണ്ടാളും തിരികെ ലേക്കിന്റെ അങ്ങോട്ട് ചെന്ന് ലേക്കിൽ ചാടി ബോഡിയുള്ള ബാഗ് തുറന്ന് കുറച്ചധികം മെനക്കെട്ടെങ്കിലും ഒരു വിധത്തിൽ ചാവി പുറത്തെടുത്തു. ദെൻ ഇരുവരും കാറിൽ കയറി നോറ ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഈടയ്ക്കൊരു ഡൗട്ട്. നോറ, നീ കണ്ടെന്ന് പറഞ്ഞ എന്റെ പിക്സ് ഇല്ലേ, അതില് എങ്ങനെയായിരുന്നില്ല? എങ്ങനെയായിരുന്നെന്നാ എന്ത് നീ ഉദ്ദേശിക്കുന്നേ? അല്ല, അതെന്താന്ന് വെച്ചാ ഏലിയാസ് എന്നോട് പറഞ്ഞ അങ്ങനെ പിക്സ് ഒന്നും ഇല്ല, അവൻ തിരഞ്ഞു നോക്കി ആരും കണ്ടിട്ടില്ല, എല്ലാരും വെറുതെ പറയുന്നൊക്കെ. ഓ മോനെ ഈട, ആ പിക്സ് എടുത്തത് തന്നെ അവന്മാരല്ലേ? അവൻ അങ്ങനെ ഓരോന്ന് പറയും, അവൻ പറയുന്നൊന്നും വിശ്വസിക്കല്ലേ. ഈ വിധി അവന്മാര് ചോദിച്ചു വാങ്ങിയതല്ലേ? തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് ഇത് അവനൊക്കെ ചോദിച്ചു വാങ്ങിയതാണ്. ഇനി മുന്നോട്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, നമുക്കിടയിൽ വേറെ ആരും വരത്തില്ല എന്നിങ്ങനെയൊക്കെ നോറ പറയുമ്പോൾ, അല്ലല്ല അങ്ങനെയല്ല, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നത് ശരിയല്ല. രണ്ടുപേരുടെ കൊലപാതകം, ഇതിന് ശേഷവും നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ഒട്ടും ശരിയാവത്തില്ല, നമുക്ക് സെപ്പറേറ്റ് ലൈഫ് ചൂസ് ചെയ്യാം എന്നിങ്ങനെയൊക്കെ ഇവള് പറഞ്ഞപ്പോൾ നോറയ്ക്ക് അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, ഈടയെ അങ്ങനെ നാണം കെടുത്തുന്ന ഒരു കാര്യം അവന്മാർ ചെയ്തപ്പോൾ അവൾക്ക് വേണ്ടി ഇത്രയും ഇവള് കൂടെ നിന്ന് ചെയ്തു കൊടുത്തു. ആറ്റയും ഏലിയാസും കൂടാണ് പിക്ചേഴ്സൊക്കെ സ്പ്രെഡ് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ഈടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വാശി തോന്നി. ആ മൊമെന്റിൽ അവന്മാരെ കൊന്നുകളയണമെന്ന് പോലും പുള്ളിക്കാരി പറഞ്ഞു. അന്ന് ഈടെ അങ്ങനെ പറഞ്ഞത് മുതൽ ഇവന്മാരെ കൊന്നുകളയാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു നോറയും. മറ്റാരും അറിയാതെ ഈടയെ സപ്പോർട്ട് ചെയ്ത് അവന്മാരെ തീർത്ത് കളയാനുള്ള പ്ലാനും റെഡിയാക്കി ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈടയ്ക്ക് വേണ്ടി രണ്ടാളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞ് ഈടെ പറയാണ് ഇനി നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കാൻ പാടില്ല എന്ന്. ഇവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. ഈടയുമായുള്ള ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നോറ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തത്. സ്റ്റിൽ ഇനി തങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ മുന്നോട്ട് പോകണ്ട, നമുക്ക് പിരിയാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവള് പറഞ്ഞപ്പോൾ നോറയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്, അവളത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയും കൂടെ ആയപ്പോൾ ഈടയ്ക്ക് സംശയം തോന്നി. സത്യം പറ നോറ, അങ്ങനെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞത് സത്യമല്ലേ? ഈടയുടെ ഈ ചോദ്യം കേട്ട് നോറ അങ്ങനെ വിങ്ങിപ്പൊട്ടുന്നത് കണ്ടാൽ തന്നെ അറിയാം നോറ കാര്യമായിട്ട് എന്തൊക്കെയോ മറച്ചു വെച്ചിരുന്നു. അതെന്തൊക്കെയാണെന്നോ? ഏലിയാസ് പറഞ്ഞത് സത്യമാണ്, ശരിക്കും അങ്ങനെയുള്ള പിക്ചേഴ്സ് ഒന്നുമില്ല. ഈടയുടെ തുണിയില്ലാത്ത പിക്ചേഴ്സ് അങ്ങനെ സ്പ്രെഡ് ആയി എന്നുള്ളത് ഒരു കഥ മാത്രമാണ്. ഈ റൂമേഴ്സ് വല്ലാണ്ടങ്ങ് സ്പ്രെഡ് ആയപ്പോൾ പല കുട്ടികളും ഞാൻ കണ്ടു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ സ്വയം പറയാൻ തുടങ്ങി. ഇത് വളരെ ക്രീപ്പി ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പിള്ളേര് ഈ സാഹചര്യത്തിൽ ഇത് ഞാൻ കണ്ടു എന്ന് അഭിമാനത്തോടെ പറയുമല്ലോ. അതാണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്. ഈ നോറയ്ക്ക് ഈടയെ ഇഷ്ടമാണ്. ഒരു സുഹൃത്ത് എന്നതിലുപരി മറ്റ് പലതരത്തിലും പുള്ളിക്കാരിക്ക് ഇവളോടൊരു താല്പര്യമുണ്ട്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈടയും ഏലിയാസും പ്രണയത്തിലാവുന്നത്. കേട്ടത് ശരിയാണ്, അങ്ങനെയും ഒരു പാസ്റ്റ് ഉണ്ട്. ഏലിയാസിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു ഈട. റിലേഷൻ തുടങ്ങി ആദ്യ നാളുകളിൽ ഉണ്ടാകുന്ന ആ ഒരു പീക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് മുഴുവൻ നമ്മുടെ ഈട വന്ന് ഷെയർ ചെയ്യുന്നത് നോറയുടെ അടുത്താണ്. ഏലിയാസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് മുഴുവൻ അവരെ പറ്റി, ഏലിയാസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അത്രയും നാൾ ഈടയിൽ നിന്ന് നോറയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ട പോലെ ഈട കൂടുതൽ
കൂടുതലായി ഏലിയാസിനെ പറ്റി സംസാരിക്കുകയും അവന് പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഇതിൻ്റെയൊക്കെ പേരിൽ വെറുതെ ഒരു റൂമർ അടിച്ചിറക്കി സ്കൂൾ മുഴുവൻ അത്തരത്തിൽ വാർത്ത സ്പ്രെഡായി. ഇവൾ ഇങ്ങനെയുള്ളൊരു പെണ്ണാണെന്നുള്ള ധ്വനി വന്നു. ഇതും പോരാഞ്ഞിട്ട് ഏലിയാസും ആറ്റയും ഒക്കെയാണ് ഇതിന് പുറകിൽ അവന്മാരാണ് സ്പ്രെഡ് ചെയ്തത് എന്ന് ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. കാര്യമില്ലാത്ത കാര്യത്താൽ ഈടയുടെ മാനം പോയിന്ന് മാത്രമല്ല, തെറ്റ് ചെയ്തിട്ടില്ലാത്ത രണ്ടുപേരെ കൊന്നിട്ടാണ് ഇവരിപ്പോൾ തിരിച്ചു പോകുന്നത്. ഇതെല്ലാം അറിഞ്ഞതും ഈടയ്ക്ക് ഭയങ്കര പേടിയായിട്ട് വീട്ടിൽ ചെന്നാൽ ഞാൻ അച്ഛനോടും അമ്മയോടും പറയും, എല്ലാ കാര്യം ഞാൻ തുറന്നു പറയും എന്നങ്ങോട്ട് പറഞ്ഞതും നോറ കൈ കിട്ടിയ സാധനം എടുത്ത് ഇവളെ ഒരൊറ്റയടി. ഈടയ്ക്കും ദേഷ്യം വന്ന് രണ്ടാളും കാറിൽ വെച്ച് തല്ലുകൂടി കാറിന്റെ കൺട്രോളൊക്കെ പോയി. അങ്ങനെ ചെല്ലുമ്പോൾ റോഡിൽ ആരോ നിൽക്കുന്ന പോലെ നോറ കാണുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി വെട്ടിച്ചതാണ്. ഈടയും തല്ലുകൂടിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ, കൺട്രോൾ കിട്ടിയില്ല, കാർ ഒന്ന് ചരിഞ്ഞു. ഇവർക്ക് രണ്ടാൾക്കും വലിയ കുഴപ്പമൊന്നും പറ്റിയില്ലെങ്കിലും വണ്ടിക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട്. വണ്ടി അതിനിടയിൽ പെട്ടുപോയി. അപ്പോൾ ദേ റോഡിന് നടുക്കുന്ന ആ പുള്ളിക്കാരൻ നടന്ന് ഇവരുടെ വാഹനത്തിനടുത്ത് വന്ന്, പേടിക്കണ്ട, ഞാനിവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ലക്കിയാണ് എന്ന് പറഞ്ഞ് അയാളുടെ വാഹനവും ഇവരുടെ വാഹനവും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അയാൾ ഇവരെ സഹായിക്കാൻ ശ്രമിക്കുവാണ്. കുടുങ്ങിക്കിടക്കുന്ന ഇവരുടെ വണ്ടി അവിടുന്ന് പുറത്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുവാണ്. പക്ഷേ ഇവളുമാർ 2 കൊലപാതകം ചെയ്തിട്ടല്ലേ വന്നത്. ഇങ്ങേരി ഇവളുമാരെ കണ്ടിട്ടുണ്ട്, വ്യക്തമായി കണ്ടിട്ടുണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആ പുള്ളിക്കാരനെ കൂടെ അങ്ങ് തട്ടിയേക്കാമെന്ന് നോറ പറയുന്നുണ്ടെങ്കിലും ഈട സമ്മതിക്കുന്നില്ല. ഇനി ഒരിക്കലും നോറയെ വിശ്വസിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള മട്ടിലാണ് ഈട. ശരി, അതൊക്കെ പോട്ടെ, ഈട നിന്റെ കത്തി ഇങ്ങിതാ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അതിന് ഈടയാവട്ടെ അവളുടെ കയ്യിൽ കത്തിയൊന്നുമില്ല എന്ന് പറയുന്നു. ഇല്ലേ, നീ അത് എന്ത് ചെയ്തു? നീ പിന്നെ എന്തുകൊണ്ട് ആറ്റയെ കൊന്നത്? ആരാറ്റയെ കൊന്നെന്ന്? ഞാനല്ല, നീയല്ലേ അവനെ കൊന്നത്. നോറയും ഈടയും ഒരുമാതിരി കൺഫ്യൂസ് ആയപ്പോൾ ഇവരെ രക്ഷിക്കാനെന്ന് കരുതിയിരുന്ന ആ പുള്ളിക്കാരൻ ഇവരുടെ കാറും വലിച്ചെടുത്തോണ്ട് അങ്ങനെ അങ്ങ് പോവാണ്. ഗസ് വാട്ട്, ഇങ്ങേരാണ് ആ സൈക്കോ. ലേക്ക് ബോഡോമിലെ സൈക്കോ ഒരു മിത്തല്ല, വെറും പറയപ്പെടുന്ന ഒരു കഥയല്ല. ഏലിയാസിനെ മാത്രമേ നോറയും ഈടയും ചേർന്ന് കൊന്നുള്ളൂ. ആറ്റയെ കൊന്നത് ഈ സൈക്കോ ആണ്. ആ സമയം ഈടെ ടെന്റിനകത്തായതുകൊണ്ട് ആരാണ് കൊന്നതെന്ന് പുള്ളിക്കാരി കണ്ടില്ലല്ലോ. ഇപ്പോൾ ഇവരുടെ കാർ അതിവേഗത്തിൽ വലിച്ചെടുത്ത് അങ്ങനെ കൊണ്ടുപോവാണ്. രണ്ടാളും രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്പീഡ് കാരണം രണ്ടാൾക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. ഒരു ടേണിൽ വെച്ച് ഇവരുടെ കാർ സൈഡിൽ ഇടിച്ച് കറങ്ങി മറിഞ്ഞ് തലകീഴായിട്ട് വീണ് അങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകും. കുറേ മുന്നോട്ട് ചെന്നിട്ട് കില്ലർ കത്തിയൊക്കെ എടുത്ത് ഇവരെ കൊല്ലാനായിട്ട് ഇറങ്ങി വരും. രണ്ടാൾക്കും ഒത്തിരി പരിക്ക് പറ്റി. നമ്മുടെ ഈടയുടെ കാല് ഇതിനിടയിൽ സ്റ്റക്കായി കിടക്കുന്നു. സൈക്കോ അങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈട നോറയോട് രക്ഷപ്പെട്ടോളാൻ പറയാണ്. നോറ, നീ പോ, പറയുന്ന കേക്ക്, എനിക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല, എന്റെ കാല് സ്റ്റക്കാണ്. നോറയ്ക്കും വേറൊരു വഴിയില്ലല്ലോ. അവളുടെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഏറ്റവും അധികം ആഗ്രഹിച്ച ഈ കൂട്ടുകെട്ടും കൂട്ടുകാരിയും ഒക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോണം. അങ്ങനെ പുള്ളിക്കാരി കാട്ടിലൂടെ കയറി എങ്ങോട്ടോ ഓടിപ്പോകുന്നു. സൈക്കോ ആവട്ടെ പുള്ളിക്കാരന്റെ ഡോഗിനെ അങ്ങ് തുറന്നു വിട്ടു. ഡോഗ് അവളുടെ പിന്നാലെ ഓടി. സൈക്കോ ഈടെ വലിച്ച് കാറിൽ നിന്ന് പുറത്തെടുത്തു. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ ഇവർ സഞ്ചരിച്ച് ഇവരുടെ കാറ് വെള്ളത്തിലേക്ക്, ലേക്കിലേക്ക് തള്ളിയിടുന്നതാണ്. ഈടയുടെയും നോറയുടെയും വായിലെ എന്തോ ഒരു പശ പോലെ ഒട്ടിച്ച് കൈയും കാലും ഒക്കെ കിട്ടി അവർക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുക. ഇനി രക്ഷയില്ല, ഇയാളിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് രണ്ടാളും ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോയി അവരുടെ ടെന്റിനകത്തിട്ടു. അതിനകത്തുണ്ടായിരുന്നു ഏലിയാസിന്റെയും ആറ്റയുടെയും ശരീരം. ഇവർ വെള്ളത്തിൽ കളഞ്ഞ ബോഡി ഇങ്ങേരെ ഇറങ്ങി എടുത്തിരുന്നു. ഇതുവരെയും ജീവനോടെയുള്ള ഗേൾസിനെയും നേരത്തെ കൊല്ലപ്പെട്ട ബോയ്സിനെയും ടെന്റിനകത്താക്കി സൈക്കോ അകത്തേക്ക് കയറി ഒരുമാതിരി പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് അവിടെ കട്ടായാൽ അടുത്ത സീനിൽ ഈ ഒരു ബോഡോം ലേക്കിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം മറ്റു കുറച്ച് പേര് വരുന്നതാണ് കാണിച്ചു തരുന്നത്. 2016 നടന്ന കൊലപാതകങ്ങളെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഏലിയാസ്, ആറ്റെ, ഈഡ, നോറ ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 1960 നടന്ന സംഭവങ്ങളൊക്കെ കേട്ട് സൈക്കോ ഉണ്ടെന്നൊക്കെ കരുതി 4 ആൾ ഈ കാട്ടിലേക്ക് വന്നെന്നും അങ്ങനെ വന്നവരിൽ ഒരേ ഒരാൾക്ക് മാത്രമേ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകാൻ സാധിച്ചുള്ളൂ എന്നും. അതാരാണെന്നോ, നമ്മുടെ ഈടയെ ആ സൈക്കോ കൊന്നില്ല, അവളെ അവളുടെ വീട്ടിൽ കൊണ്ടിട്ടിരുന്നു. ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പോലീസിനോട് പറഞ്ഞെങ്കിലും ഇന്നപോലെ സൈക്കോ ആണ് എല്ലാവരെയും കൊന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും കാര്യമുണ്ടായില്ല. കാരണം പോലീസിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല. 1960 ഇപ്പോൾ 2016 ഒരേപോലത്തെ ഇൻസിഡന്റുകൾ നടക്കുന്നു. ഇത്തവണ രക്ഷപ്പെട്ട ആളെ ചോദ്യം ചെയ്തപ്പോൾ, അതായത് ഈടയെ ചോദ്യം ചെയ്തപ്പോൾ ഈടയാണ് കുറ്റക്കാരി എന്ന് പോലീസുകാർക്ക് തോന്നി. ഇവള് പറയുന്നതിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. സൈക്കോ ഉണ്ടെന്നോ സൈക്കോയുടെ ഡോഗ് ഉണ്ടെന്നോ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യവും തെളിയിക്കാനും പറ്റിയില്ല. അതിന് ഒരു ചെറിയ തെളിവ് പോലും കിട്ടിയുമില്ല. അങ്ങനെ ആ കേസിൽ ഈട പ്രതിയായി എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ബോഡോം ലേക്കിലേക്ക് വന്നിരിക്കുന്ന ഇവർ കുറച്ചുപേരെ കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. സൈക്കോയുടെ ഒരു ബുദ്ധിയെ ഈടയും നോറയും ഒക്കെ അവിടെ എത്തിയ മൊമെന്റ് മുതൽ പുള്ളിക്കാരൻ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പലയിടത്തു നിന്നും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവസരം കിട്ടിയപ്പോൾ ആറ്റയെ കൊന്നു. പിന്നീട് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർ തന്നെ ഏലിയാസിനെ കൊന്നു. ദെൻ ഇവളുമാരെ 2 പേരെ പിടിച്ച് അതിലൊരാളെ കൊന്നു കളഞ്ഞ് മറ്റൊരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എല്ലാ കുറ്റവും ഈടയുടെ മണ്ടയ്ക്ക് ഇട്ടുകൊടുത്ത് അവൻ ഇപ്പോഴും ഈ ഒരു ലേക്ക് ബോഡോത്തിൽ ഇങ്ങനെ തുടരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് കുറേ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, അവരും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സൈക്കോയുടെ അടുത്ത ലക്ഷ്യം ഇവരൊക്കെ തന്നെ ആയിരിക്കും. ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന്
ഉത്തരം അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല. ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കാനും പിന്നെ ഒരുപക്ഷെ ഈ ഒരു പ്ലേസ് അവൻ്റെ സ്വന്തമായിട്ട് കണക്കാക്കുന്നുണ്ടാവാം. ഇവിടേക്ക് ആര് വന്നാലും അവരെ കൊന്നുകളയുന്ന ഒരു വിനോദമായിട്ട് എടുത്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമയ്ക്ക് ആസ്പദമായ യഥാർത്ഥ ഇൻസിഡന്റുകൾ 1960 നടന്ന ആ സംഭവങ്ങൾക്ക് ഇതുവരെയും തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കില്ലർ ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. അന്നും കാട്ടിൽ പോയ 4 ആളിൽ ഒരാൾ രക്ഷപ്പെട്ടിരുന്നു. അവനെ പോലീസ് പിൽക്കാലത്ത് അറസ്റ്റ് ചെയ്യുകയും അവനാണ് കൊലപാതകം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. തെളിവില്ലായിരുന്നു, അവനെ വെറുതെ വിട്ടു. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ പരക്കും. എന്തെങ്കിലുമൊക്കെ മറ്റെന്തെങ്കിലുമായിട്ടൊക്കെ കണക്ട് ചെയ്ത ആളുകൾ പല കഥകൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുമല്ലോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സംഭവവുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പറയപ്പെടുന്നുണ്ട്. തീർച്ചയായും സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വരാം. ടേക്ക് കെയർ.